മനസ്സിലായില്ലേ? അപ്പം ആ വിഷമത്തിൽ ഞാൻ പറഞ്ഞു ഒരു മനുഷ്യരും ഇതിൽ ഇടപെടേണ്ട, ഇത് അവിടെ വന്നിട്ടൊന്ന് പരിഹരിച്ചാൽ മാത്രം മതി എന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തത്. അല്ലാതെ തീവ്രവാദമെന്നോ ജിഹാദെന്നോ മറ്റ് ഈ ക്ഷേത്രത്തിൻ്റെ സ്പോൺസർഷിപ്പ് സ്വീകരിച്ചതിനെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളോ യാതൊരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ടിനി ടോം എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഞങ്ങൾക്കൊക്കെ മുൻപേ എന്താ പറയുക, ഉത്സവപ്പറമ്പിലും അമ്പലപ്പറമ്പിലും ഒക്കെ വളരെയധികം പ്രോഗ്രാംസിലൂടെ അദ്ദേഹം വന്ന് TV ഷോസ് ചെയ്ത്, എനിക്ക് തോന്നുന്നു എൻ്റെ നായകനായിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നതല്ല, നായകനാവുന്നത് എൻ്റെ നായകനായിട്ട് പേരിനൊരു മകൻ എന്ന പടത്തിലാണെന്ന് തോന്നുന്നു. അതിനു മുമ്പ് ഏഷ്യനെറ്റിൻ്റെ TV ഷോസിലൂടെയൊക്കെ ഞങ്ങൾക്ക് പരിചയമുള്ള വ്യക്തിയാണ് ടിനി ചേട്ടൻ. ടിനി ടോം എന്ന് പറയുന്ന വ്യക്തിയെ നേരിട്ട് അറിയുന്ന എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടത്തുകയോ ഇങ്ങനെ ഇടപെടുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. സ്ത്രീകളെ ഏറ്റവും അധികം ബഹുമാനിക്കുകയും ഏറ്റവും സന്തോഷത്തിൽ രസത്തിൽ തോളിൽ കൈയിട്ട് ചേർന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന, ഏത് പാതിരാത്രി നമുക്ക് അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ അദ്ദേഹത്തിനെതിരെ ഇത്തരം പരാതികൾക്കെല്ലാം ഉറവിടം എന്ന് പറയുന്നത് ഞങ്ങളുടെ സെക്രട്ടറിയും ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കഥകളുടെയും പിന്നിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിൻ്റെ എല്ലാം പിന്നിൽ നീന കുറുപ്പ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ വ്യക്തിയാണ് അല്ലേ? നീന കുറുപ്പ് പറയുന്നത് ജിഹാദി എന്ന് നീന കുറുപ്പ് പറയുന്നത് അൻസിബ ഹസൻ കേട്ടു എന്നാണ് അൻസിബ ഹസൻ പറഞ്ഞിരിക്കുന്നത്. അൻസിബ ഹസനോട് ടിനി ടോം പറയുന്നത് അൻസിബ ഹസൻ കേട്ടിട്ടില്ല, ഈ നീന കുറുപ്പ് പറഞ്ഞത് കേട്ടു എന്നാണ് പറയുന്നത്. ഇനി അൻസിബെ പറ്റി ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞുതരാം. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്റ്റാർട്ട് ചെയ്ത ദിവസം ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു കമ്മിറ്റി മെമ്പർ, ആ കമ്മിറ്റി മെമ്പറും മറ്റൊരു മെമ്പർ, അതായത് ഇപ്പോൾ പുതിയതായിട്ട് ഞങ്ങളുടെ പിന്നെ ഭരണസമിതിയിലേക്ക് വന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ചേർന്ന് വേറൊരു കമ്മിറ്റിയിൽ ഇല്ലാത്ത മറ്റൊരു ഞങ്ങളുടെ പിന്നെ ഒരു അംഗത്തിൻ്റെ അടുത്ത് ഈ കുട്ടിയെ പറ്റി അവിഹിത കഥകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് Day 1, അതായത് ഫസ്റ്റ് ഈസി അൻസിബ ഹസൻ സ്തംഭിപ്പിച്ചിട്ടുണ്ട് അവിടെ. അൻസിബ ഹസൻ ഇത് സ്തംഭിപ്പിക്കുന്നത് ഈ കുട്ടിയെ പറ്റിയിട്ട് വേറൊരാളോട് ഞങ്ങളുടെ കമ്മിറ്റിയിലുള്ള 2 പേര് അവിഹിത കഥകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ അൻസിബ ഇത് വളരെ യൂഷ്വലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ അവിഹിതം എന്ന് പറയുന്നൊരു വാക്ക്. അപ്പോൾ ഞങ്ങൾ ചോദിക്കുകയാണ്, മോള് കേട്ടോ? അതില്ല, ഇന്നയാൾ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ പ്രസിഡന്റ് എന്ത് ചെയ്തു, പിറ്റേ ആഴ്ചത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങിൽ ഈ പറഞ്ഞ ആളിനെ കൊണ്ടുവന്നു. ആ ആൾ പറഞ്ഞു എന്നോട് ഈ 2 പേരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ഡേ ഉണ്ടായ കാര്യമാണ്. അന്ന് അൻസിബ ഹസൻ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ ഞാനും അൻസിബ ഹസൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം അൻസിബ ഹസൻ്റെ കാര്യം എന്ന് വെച്ചാൽ ജോയിൻറ്റ് സെക്രട്ടറി അറിഞ്ഞിട്ടില്ല ഇന്ന് എവിടുന്നാണ് ഈ കമ്മിറ്റി ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് പിന്നെ സ്പോൺസേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ സ്പോൺസർമാരാണോ ഞങ്ങൾക്ക് ഈ ഫുഡ് കൊണ്ടുവന്നിരിക്കുന്നത്, ഇല്ലെങ്കിൽ ഇത് അമ്മ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതാണോ എന്ന് പിന്നെ ജോയിൻറ്റ് സെക്രട്ടറി ആയ അൻസിബ ഹസൻ അറിയണം എന്ന് വാശി പിടിച്ചിട്ട് അൻസിബ ഹസൻ ഫുഡ് കഴിക്കാതെ ഭയങ്കര വയലൻ്റ് ആയിട്ട് കരഞ്ഞ് ബാത്റൂമിൻ്റെ സൈഡിൽ പോയിരുന്നു അവിടെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. അന്ന് അൻസിബ ഹസനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇത് ഈ പുറത്തിറങ്ങിയിട്ട് അൻസിബ ഹസൻ പറയുന്നത് വേറെ രീതിയിലുള്ള കഥകളാണ്. ഇതൊന്നും അവിടെ നടന്നിട്ടേ ഉള്ള കാര്യങ്ങളല്ല. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ സെക്രട്ടറി, തുറന്നു പറയുന്നതിൽ വളരെയധികം എനിക്ക് വിഷമമുണ്ട്. ഞങ്ങളുടെ സെക്രട്ടറി നീന കുറുപ്പ് തുടങ്ങിയ കുറച്ച് പേരാണ് ഈ എന്താ പറയുക, ഈ ഗൂഢാലോചന എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ എതിരെയാണ് നടക്കുന്നത്. ഇവർ 2-3 പേര് ഗ്രൂപ്പായിട്ടും ബാക്കിയുള്ളവരൊക്കെ ഇൻഡിവിജ്വൽസുമായിട്ടാണ് കമ്മിറ്റിയിൽ നിലകൊള്ളുന്നത്. അപ്പോൾ ഈ സെക്രട്ടറി അൻസിബ ഹസനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, അതായത് മലയാളത്തിലെ ഒരു മഹാനടനെയും അൻസിബ ഹസൻ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയെയും ചേർത്ത് അവിഹിത കഥകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ദേ ഞങ്ങളുടെ എല്ലാം ഫോണിലുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഞങ്ങൾക്ക് തന്ന പരാതിയിൽ അത് കിടപ്പുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അൻസിബ ഹസൻ ഒരിടത്തും പരാമർശിക്കാത്തത്? എന്തുകൊണ്ടാണ്? എന്ത് അവിഹിത കഥകളാണ് അൻസിബ ഹസനെ കുറിച്ച് ബാക്കിയുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെ ഞങ്ങളുടെ ഓഫീസ് എന്ന് പറയുന്ന ഒരു ചാരിറ്റി ഓർഗനൈസേഷനാണ്. ഇത് കേരള സമൂഹം ഉറ്റുനോക്കുന്നത് എന്ന് വെച്ചാൽ വളരെ മഹാന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഞങ്ങളുടെ കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ടിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ എന്താ പറയുക, ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ കാട്ടിലും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ പോലെ ഇല്ലെങ്കിൽ രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയെ പോലെയുള്ള അത്രയും മീഡിയ അറ്റൻഷനുള്ള ആൾക്കാരുള്ളത് കൊണ്ടായിരിക്കും ഞങ്ങളുടെ സംഘടനയ്ക്ക് ഇത്രയധികം മീഡിയ അറ്റൻഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളെന്ന് പറയുന്നത് അമ്മ എന്ന് പറയുന്നത് യാതൊരു വിധത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങളും ഉള്ള ഒരു സംഘടനയല്ല.